PM ശ്രീ പദ്ധതിയാണ് ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഇതിൽ ഈ ഇടതുമുന്നണിക്കുള്ളിൽ തന്നെ പാർട്ടികൾ തമ്മിൽ ഇടയുന്ന അല്ലെങ്കിൽ കലഹിക്കുന്ന ഒരു സംഭവമാണ് വരുന്നത്. ഇനി CPM ചില മന്ത്രിമാർ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഒപ്പിട്ട കാര്യം ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ പോലും ഇത് ചർച്ച ചെയ്യുന്നില്ല. സത്യത്തിൽ PM ശ്രീ എന്ന് പറയുന്നത് ഗുണമാണോ ദോഷമാണോ? ഇത് PM ശ്രീ അതിൻ്റെ ദോഷത്തെക്കാൾ ഉപരി ഏത് നോക്കിയാലും ഗുണമാണ്. കാരണം ഏറ്റവും കൂടുതൽ ഗുണം LDFനാണ്. ഇപ്പം നമ്മൾ ഈ പുറമേ കാണുന്ന ഇപ്പം CPIയും CPM തമ്മിലുള്ള ഉടക്കുമൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിയായ ഉടക്കാണോ എന്ന് പോലും നമുക്ക് സംശയം വരും. ഇപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു ഉദാഹരണം, ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട്, അതായത് പിന്നെ ഇത് ഇന്നലെയും അല്ല ഈ ഒപ്പിട്ടത് ഇന്നലെയും മിനിഞ്ഞാന്നും അല്ലേ, ഈ 2 ദിവസമായിട്ട് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് എന്താണ്? PM ശ്രീ ശബരിമല സ്വർണ്ണക്കൊള്ള എവിടെ പോയി? പതുക്കെ സൈഡിലേക്ക് സിമ്പിൾ. അതായത് ഈ ഗവൺമെന്റിന്റെ ഒന്നാം പിണറായി സർക്കാരിന് മുതൽ സ്ട്രാറ്റജിക്കലായിട്ട് ഈ കാരണം മെയിൻ സ്ട്രീം മീഡിയ, നമ്മൾ എന്ത് തന്നെയാലും ഇപ്പോഴും മെയിൻ സ്ട്രീം മീഡിയ തന്നെയാണ് ഈ പവർ വീൽഡ് ചെയ്യുന്നത്. ഇപ്പം അഭിപ്രായങ്ങൾ ഇപ്പം സോഷ്യൽ മീഡിയ വളരെ ശക്തമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ സോഷ്യൽ മീഡിയയുടെ ക്യാരക്ടറിനെയൊക്കെ നിയന്ത്രിക്കുന്നതും മറ്റും മുഴുവൻ ഈ മെയിൻ സ്ട്രീം മീഡിയയാണ്. ഇപ്പോഴും വിശേഷം ചാനലുകളാണ്. ഇപ്പോഴും ആ ചാനലുകളുടെ ഒരു പിന്നെ സൊസൈറ്റിയിലുള്ള ഒരു സ്വാധീനം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമാണ്, നിഷേധിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഏത് വൃത്തികേട് വേണമെങ്കിലും എന്ത് സംഗതിയും കേരളത്തിൽ നടത്താം. അതിനകത്ത് ഈ PR ഏജൻസികൾ അല്ലെങ്കിൽ അവരൊക്കെ എന്ന് വെച്ചാൽ വളരെ സൂക്ഷ്മമായിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് ഈ PR ഏജൻസികളൊക്കെ വർക്ക് ചെയ്യുന്നത്. കാരണം അവരിപ്പോൾ ഒരു സംഗതി ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേക്ക് വിഷനും മിഷനും തീരുമാനിക്കും. എന്താണ് വിഷൻ? അപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ, ഒന്നാം പിണറായി സർക്കാർ അതിനകത്ത് അവരൊരു വിഷൻ ക്രിയേറ്റ് ചെയ്തു, PR ഏജൻസി. ഇതൊക്കെ നമ്മൾ ഈ മുഖ്യമന്ത്രിയുടെ ഡൽഹിയിലെ പത്രസമ്മേളനം കോൺട്രവേഴ്സി ആയപ്പോഴാണ് PR ഏജൻസിയെ കുറിച്ച് നമ്മൾ തിരിച്ചറിയുന്നത് അല്ലേ. ഇത് ഒന്നാം പിണറായി സർക്കാരിൽ ഉണ്ടെന്നുള്ള ഉറപ്പാണ്. ഒന്നാം പിണറായി സർക്കാരിൽ രണ്ടാമത് വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് അവരൊരു വിഷൻ ഫിക്സ് ചെയ്തു. വിഷൻ ഫിക്സ് ചെയ്തെന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ഹിന്ദു വിരുദ്ധത, പരോക്ഷമായിട്ട് അത് മുസ്ലിം പ്രീണനമായിട്ട് മാറും അല്ലേ. അതേപോലെ സംഭവിച്ചു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഭരണം കഴിഞ്ഞ് വന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായം കൂട്ടത്തോട് കൊണ്ടുപോയി LDF വോട്ട് ചെയ്തു. ഏതാണ്ട് ഒരു സീറ്റിൻ്റെ കുറവ്, 100-ന് 1 സീറ്റിൻ്റെ കുറവുണ്ടായിരുന്നുള്ളൂ അല്ലേ. അത് കഴിഞ്ഞു. രണ്ടാം പിണറായി സർക്കാർ ഇതേ അന്ന് കംപ്ലീറ്റ് അല്ലേ ശബരിമല എല്ലാം ഇടിച്ച് തകർക്കുമെന്ന് നമ്മൾ സംശയിച്ചു. രഹീന ഫാത്തിമയെ കൊണ്ട് കയറ്റുന്നു, ഇങ്ങനെയൊക്കെയുള്ള പല സംഗതികളും നടന്നു. രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോഴത്തേക്ക് അതേ PR ഏജൻസി തന്നെയാണ് അവർ വിഷൻ ഫിക്സ് ചെയ്തു. പ്രത്യക്ഷത്തിൽ മുസ്ലിം വിരുദ്ധത, പരോക്ഷമായി ഹിന്ദു പ്രീണനം. അപ്പോൾ ഈ പിന്നെ പിണറായി സർക്കാരിൻ്റെ 2 ഇടതുപക്ഷ സർക്കാരിൻ്റെയും ഈ കാലത്തുകൂടി വർദ്ധിപ്പിക്കുന്ന ഒരു കാരണമുണ്ട്. ഇതിൻ്റെ മൂന്നാമത് വേറൊരു ഫാക്ടർ നടക്കുന്നുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് ശബരിമല വന്നപ്പോഴും വളർച്ചയാർക്കാണ് ഉണ്ടായത്? BJPക്ക് അല്ലേ. ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ സമയത്തും ഈ ശബരിമല സംബന്ധിച്ചിട്ട് എന്ത് വിഷയം ഉണ്ടായാലും അതിൻ്റെ അഡ്വാൻറ്റേജ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് BJPക്കാണ്. അപ്പോൾ ഈ രണ്ട് സ്ട്രാറ്റജി നടപ്പിലാക്കുക. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രത്യക്ഷത്തിൽ ഹിന്ദു വിരുദ്ധത, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രത്യക്ഷത്തിൽ മുസ്ലിം വിരുദ്ധത. അപ്പോൾ ഈ 2 സാഹചര്യങ്ങളിലും കൂടി വളരുന്നത് BJPയാണ്. BJP വളർന്ന് ഈ 2026 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴത്തേക്ക് കേരളത്തിൽ വരാൻ പോകുന്നത് കൃത്യമായ ത്രികോണ മത്സരമായിരിക്കും. ത്രികോണ മത്സരം വന്നു കഴിഞ്ഞാൽ 75, 80, 90% വരെ ഉറപ്പിക്കാം LDF മുന്നണി തന്നെയായിരിക്കും വീണ്ടും അധികാരത്തിൽ വരിക. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷനും മിഷനും വെച്ചിട്ടാണ്, ഈ വിഷൻ വെച്ചിട്ടാണ് ഈ ഓരോരോ സ്ട്രാറ്റജികൾ നീക്കേണ്ടത്. ഓരോ ഇഷ്യൂസ് വരുന്ന സമയത്ത് അതിനൊക്കെ, ഉദാഹരണത്തിന് കേരളത്തിലെ ചാനലുകൾക്ക് എന്തെങ്കിലും വിഷയം, അവർ റേറ്റിംഗ് മാത്രമാണ് അവരുടെ വിഷൻ. ചാനലിൻ്റെ വിഷൻ റേറ്റിംഗ് ആണ്. ആ റേറ്റിങ്ങിന് വേണ്ടി പിന്നെ അവരുടെ ബാക്കിയുള്ള മിഷൻ മുഴുവൻ കിട്ടുന്ന സംഭവങ്ങളെല്ലാം എടുത്തു വെച്ച് റേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ്. അവിടെ ജേർണലിസം ഇല്ല, സൊസൈറ്റി ഇല്ല, ഡെമോക്രസി ഇല്ല, ഒന്നുമില്ല. ദ ഓൺലി വിഷൻ ഈസ് റേറ്റിംഗ്. എന്ത് വൃത്തികേടുകളും വൈകൃതങ്ങളും കാണിക്കും അതിനു വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വളരെ സൂക്ഷ്മമായ. അപ്പോൾ ഇത് PR ഏജൻസി എന്ന് വെച്ചാൽ അവർ നല്ല മിട്ടുക്കര പിള്ളേരാണ് ഇതിനകത്തൊക്കെ എടുത്തിരിക്കുന്നത്. ഇതിനകത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് നോക്കി അറിയാം. IIM അഹമ്മദാബാദ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന കക്ഷികളാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. കാര്യം അവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ ഹ്യൂജാണ്. ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു PR വർക്ക് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന കോടികളാണ് കിട്ടുന്നത്. ഇപ്പോൾ IIM-ന്നൊക്കെ ഉള്ള അവിടുത്തെ ഒരു കാൻഡിഡേറ്റ് ഇതിനകത്തൊക്കെ വന്ന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ
അവന് മിക്കവാറും ഇതിനകത്ത് മിനിമം ഒരു 1 crore rupees ഇല്ലാതെ വർക്ക് ചെയ്തില്ല ഒരു വർഷത്തേക്ക്. അപ്പോൾ അവരൊക്കെ ഇത് വളരെ സൂക്ഷ്മമായിട്ട് സ്റ്റഡി ചെയ്തിട്ട് ഈ വിഷൻ ഫിക്സ് ചെയ്യുന്നു. ഈ വിഷൻ ഫിക്സ് പിന്നെ ബാക്കി ഉണ്ടാകുന്ന സംഗതികൾ മുഴുവൻ അതിലേക്കുള്ള യാത്രകളായിരിക്കും, നമ്മളറിയത്തില്ല സാർ. ഉദാഹരണത്തിന് ഇപ്പോൾ ശബരിമലയിൽ ഇഷ്യൂ സ്വർണ്ണക്കൊള്ള വന്നു, സംഗമം നടത്തി. ആ സംഗമം നടത്തിയതിന് അപ്രതീക്ഷിതമായിട്ടാണ് സത്യം പറഞ്ഞാൽ സ്വർണ്ണക്കൊള്ള കയറി വന്നത്. അപ്പോൾ അതിനെ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ചർച്ചകൾ ഇങ്ങനെ ചൂടായി വന്ന സമയത്താണ് ഈ PM ശ്രീ എടുത്ത് വെള്ളടി പോലെ കൊണ്ടങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിനകത്തുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, ഈ അറ്റൻഷൻ അങ്ങോട്ട് ഡൈവേർട്ടായി. കാരണം PM ശ്രീയും ഗുരുതരമായ, കാരണം വളരെ ഇപ്പം ഈ മുന്നണിയിൽ നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ഒലച്ചിലുണ്ടെന്ന് പോലെ തോന്നുന്നില്ല അല്ലേ? അത്രയും വലിയൊരു വിഷയം കിടക്കുമെന്ന് നമ്മൾ ഏറ്റവും പ്രാധാന്യത്തിൽ ചർച്ച ചെയ്യുന്നത് ഈ PM ശ്രീ തന്നെയായിരിക്കും. അപ്പം രണ്ടായാലും ശബരിമലയിൽ നിന്നുള്ള മെയിൻ ഫോക്കസ് മാറി. നമ്പർ 1 ടെസ്റ്റ് ചെയ്തു. നമ്പർ 2 സംസ്ഥാന സർക്കാരിന് ഗുണം വരുന്നുണ്ട്. പിന്നീട് സാധാരണ നമ്മൾ ഒരു വെടിക്ക് 2 പക്ഷി എന്നാണ് കേൾക്കുന്നത്. ഇത് ഒരു വെടിക്ക് ഒട്ടേറെ പക്ഷികളാണ് ഈ PM ശ്രീ ഒപ്പിട്ടത് വഴി. ഈ അറ്റൻഷൻ മാറുന്നു. അതോടൊപ്പം തന്നെ BJPയുടെ കണ്ടില്ലേ, ഇന്നലെ ABVP നേതാക്കന്മാരെല്ലാം പോയി ശിവൻകുട്ടിയെ കണ്ട് അഭിനന്ദനം അറിയിച്ചു. സുരേഷ് ഗോപി വന്നു ഇപ്പം അഭിനന്ദനം അറിയിക്കുന്നു. അപ്പോൾ ഇത് BJPയും CPMും തമ്മിലുള്ള ഒരു, കാരണം BJPയുടെ ആറ്റിറ്റ്യൂഡ് മാറുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മളിതിൻ്റെ ആ വിഷൻ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ BJPയും CPMും കൂടെ ഒരേ തലത്തിൽ ഒന്നിച്ച് നിൽക്കുന്നത് പോലുള്ള 2 ഹിന്ദു പാർട്ടികൾ ഒന്നിച്ച് നിൽക്കുന്ന ഒരു പ്രതീതിയാണ് അബോധപൂർവമായിട്ട് മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവുക. അല്ല, അത് അബോധപൂർവ്വം എന്നതിനപ്പുറത്തേക്ക് BJP CPM അങ്ങനെ ഒരു ചിന്തയും കൂടെ വെച്ച് പുലർത്തുന്നില്ല. കാരണം BJPക്ക് ഒരു ആഗ്രഹമുള്ളത് CPM ഒരു ടൈം കൂടെ അവിടെ വന്നോട്ടെ. അങ്ങനെ വന്നാൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് പിന്നെ മുസ്ലിം ലീഗിന് ഇവിടെ ഭരണമില്ലാതെ പിടിച്ചിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഭരിച്ച് ഒരു സാധനം നശിച്ചു പോയാൽ അവിടേക്ക് കൃത്യമായിട്ട് BJPക്കും കടന്നു വരാം. അപ്പോൾ ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ BJPയും CPMും ഒന്നായിട്ട് നിൽക്കുന്നു. CP വേറെ, കോൺഗ്രസ് വേറെ, ലീഗ് വേറെ എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ അത് അബോധമായിട്ട് ജനങ്ങളുടെ മനസ്സിലേക്കല്ല, ബോധപൂർവ്വം ഇതിനെ വീക്ഷിക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ മിഷൻ അതാണ്. ഈ വിഷൻ ഇതാണ്. അതായത് ഈ അടുത്ത പ്രാവശ്യം കൂടെ CPM അല്ലെങ്കിൽ LDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ഈ പറഞ്ഞതുപോലെ പണ്ട് മാർക്സ് പറഞ്ഞതുപോലെ വിതറുവേ മനസ്സിലായില്ലേ, അത് ഇല്ലാണ്ടാവുന്നൊരവസ്ഥയിലേക്കോ അല്ലെങ്കിൽ സൃഷ്ടിക്കുകയോ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ ലീഗിന് രക്ഷയുണ്ടോ? ലീഗിനെ അടുപ്പിക്കത്തില്ല. അപ്പം മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്, കാരണം മുസ്ലിങ്ങൾ ഇപ്പം ഇതിനിടയ്ക്ക് ഇപ്പം VS അച്യുതാനന്ദൻ്റെ പഴയ ഒരു വീഡിയോ ഇപ്പം ഇങ്ങനെ വളരെ സജീവമായിട്ട് കറങ്ങുന്നുണ്ട്. അതായത് കേരളം താമസിയാതെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി മാറും എന്നൊക്കെ ഉള്ള സാധനം. അപ്പം ഈ ഒരു ഭീതി കേരളത്തിൽ ഇപ്പം വെള്ളാപ്പള്ളി നടേശനൊക്കെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ ജനസംഖ്യയുടെ ഇപ്പം ഡെമോഗ്രഫി ബേസ് വെച്ചിട്ടാണ് കേരള പൊളിറ്റിക്സ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷം വന്നു കഴിഞ്ഞാൽ നൊയമ്പ് കാലത്ത് മലപ്പുറം ജില്ലയിലൂടെ പോയാൽ പച്ചവെള്ളം കിട്ടത്തില്ല. ആ ഒരവസ്ഥ കേരളം മുഴുവൻ വരാൻ പോവുകയാണ്. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ആയിരിക്കും ഭരിക്കുന്നത്. ഇപ്പം UDFന്റെ കൂടെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. അപ്പോൾ ഇത് വേണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയിലേക്ക് സ്വാഭാവികമായിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിലെ ജനങ്ങളെ പാകപ്പെടുത്തുക, ക്യൂറേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു ക്യൂറേറ്റിംഗ് പ്രോസസ്സാണ് ഈ PRINC നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗം കൂടിയാണ് ഈ കറക്റ്റ് ടൈം നോക്കിയിട്ട് ഇപ്പോൾ PM ശ്രീ ഒപ്പിട്ട് കൊടുത്തത്. ഇപ്പോൾ ഓൾറെഡി PM ശ്രീ ഒപ്പിട്ട് കഴിഞ്ഞതിനകത്ത് ഈ CPI എത്ര വലിയ കൊമ്പിളക്കിയാലും കാര്യമൊന്നും ചെയ്യാനില്ല. മാത്രമല്ല ഇത് എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ, ഇപ്പം PM ശ്രീയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഉടനെ ഇവിടുത്തെ അധ്യാപകർ നമ്മുടെ അല്ലേ, ഇവിടുത്തെ സ്കൂൾ നമ്മുടെ അല്ലേ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലേ പറ്റുള്ളൂ. അതൊക്കെ പറ്റുമോ? ഒരു സിലബസ് എന്താണോ ആ സിലബസിനെ അടിസ്ഥാനമാക്കി പഠിപ്പിച്ചു പോയേ പറ്റും. ഇപ്പോൾ 1540 കോടിയോളം കിട്ടുന്നു, നമുക്കതിൻ്റെ 1500ഓളം കോടി കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കബളിപ്പിക്കാനായിട്ട് ശ്രമിച്ചാലും നമുക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവില്ലേ? അതെ. അല്ല, NEP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം LDF ഗവൺമെൻറ് ഒരു സംഗതി നടപ്പിലാക്കുകയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ LDF ഗവൺമെൻറ് ഗവർണറുമായിട്ട് ഉടക്കുണ്ടാക്കിയ സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കണം, എത്ര നിരുത്തരവാദിത്വമായിട്ടാണ് ഗവർണറുമായിട്ട്. പിന്നെ ഭാരതാംബയുടെ വിഷയം, അതും BJPക്കാണ് ഗുണമുണ്ടായത് കേട്ടോ. അപ്പോൾ ഭാരതാംബയുടെ വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ പിറ്റേന്ന് അനൗൺസ് ചെയ്യുകയാണ്, ഞങ്ങൾ ഗവർണറുടെ ഇതിനെക്കുറിച്ചിട്ട് ഞങ്ങൾ പിന്നെ പാഠപുസ്തകത്തിൽ ചേർക്കും. ഉടനെ ഞങ്ങൾ ചേർത്തു. ഒരു പാഠപുസ്തകത്തിൽ ചേർക്കുന്ന രീതി നോക്കും അല്ലേ? അപ്പോൾ ഈ ഒരു ധാർമ്മികതയുടെ പ്രശ്നം വരുന്നുണ്ട്. CPMനെ പോലുള്ള അല്ലെങ്കിൽ LDFന് എങ്ങനെ ഒരു ധാർമ്മികത പറയാൻ പറ്റും? ആ മതമില്ലാത്ത ജീവൻ, പണ്ട് MA ബേബി മന്ത്രിയായിരുന്ന സമയത്ത്. അപ്പോൾ ഇത് ഓരോ രാഷ്ട്രീയ കക്ഷിയും അവരുടെ അധികാരത്തിലിരിക്കുന്ന സമയത്ത് അവരുടെ താല്പര്യങ്ങളനുസരിച്ച് ഇങ്ങനെ ചെലുത്തും. BJP ഗവൺമെൻറ്റും ചെയ്യുന്നുള്ള സാധനം.
പക്ഷെ അതിനുപരിയായിട്ട് BJP ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ കുറേ ഉണ്ട് ഇതിന്, അതില്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നാച്ചുറലാണ്, ഇപ്പം CPM അവരുടെ താല്പര്യങ്ങൾ ചെയ്യുന്നത് പോലെ. അപ്പോൾ ഇതിനെ ആ പോർഷനെ കുറച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ NEP നമുക്ക് നിഷേധിക്കാൻ പറ്റുന്ന സംഗതിയല്ല. കാര്യം ഇന്നിപ്പോൾ ഈ 4-year ഡിഗ്രി കോഴ്സ് ഇല്ലേ, ഇപ്പം ഈ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്നൊക്കെ പോയിട്ടുള്ള പല കുട്ടികളും 3-4 വർഷം പോയിട്ടുള്ളവരൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം 4-year ഡിഗ്രി കോഴ്സ് ഇല്ല എന്നുള്ളതായിരുന്നു. മനസ്സിലായല്ലേ? അപ്പം ഇതൊരു ഒരു ആഗോള തലത്തിലേക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കൊണ്ടുപോവുക. പിന്നെ വരുന്ന ചലഞ്ചസ് ഇപ്പോൾ AI പശ്ചാത്തലത്തിൽ, അപ്പോൾ NEPയിൽ ഇപ്പോൾ ഉള്ള കുട്ടികളുടെ സ്റ്റഡിയുടെ അല്ലെങ്കിൽ ഈ ടീച്ചിങ്ങിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലേക്ക് കൊണ്ടുപോകുന്നു. ബാക്കി എന്തൊക്കെ തന്നെ ഈ ഒരുപാട് BJPയുടെ താല്പര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാലും വളരെയധികം ഈ കാലത്തിനോട് ചേർത്ത് നിർത്തി കൊണ്ടുപോകുന്നൊരു സംഗതി തന്നെയാണ്. NEPയിൽ ഒരുപാട് പ്ലസ് പോയിന്റ്സ് ഉണ്ട്. ഞാൻ NEP മുഴുവൻ വായിച്ച കൂട്ടത്തിലാണ് ഞാൻ പറഞ്ഞത്. അവരുടെ താല്പര്യങ്ങളുണ്ട്, BJP ഗവൺമെൻറ് താല്പര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് വളരെ വ്യക്തമായി തിരിച്ചറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ കാലത്തിൻ്റെ ഒപ്പം കൊണ്ടുപോകാൻ പര്യാപ്തമാക്കുന്ന വളരെയധികം റിസർച്ച് നടത്തിയിട്ടുള്ള സംഗതിയാണ്. അത് നമ്മൾ സമ്മതിച്ചേ വരുന്നുള്ളൂ. ഇതിവിടെ മാത്രമല്ല, IITകൾ ഉൾപ്പെടെ നടപ്പിലാക്കുന്നുണ്ട് സാർ. അപ്പം നമ്മൾ ഇതുവരെ ഇതിനെക്കാട്ടിയൊക്കെ മെച്ചപ്പെട്ട ഒരു മോഡലാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത്. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പോൾ ഇതിന് ഈ ഒരു രീതിയിൽ തന്നെ കാണും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ഒപ്പിട്ടേക്കുന്ന സംഗതി ഇതിനകത്ത് നമ്മളിപ്പം BJP ഉദാഹരണത്തിന് ഇപ്പം CPM ഉം CPIയും തമ്മിലുള്ള പരസ്യമായ അടി ഇതുപോലും ഓർക്കസ്ട്രേറ്റഡ് അല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റില്ല. അത് കൃത്യമായിട്ട് 27-ാം തീയതി ടൈം കൊടുത്തിട്ടുണ്ട്. 27-ാം തീയതി വരെ ഇപ്പൊ ചർച്ച ചെയ്യും. CPI മന്ത്രിമാരെ പിൻവലിക്കുവോ ഇല്ലയോ, ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ ഇതൊക്കെ ഈ ഡേറ്റ് ഫിക്സ് ചെയ്തത് പോലും CPM ഉം CPIയും കൂടെ ആലോചിച്ചിട്ടാണോ എന്ന് പോലും സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.